ഒരു രാത്രി നമ്മളെ കാസർഗോഡ് മാലിക് ദീനാർ പള്ളിയിലൊക്കെ ഇങ്ങനെ കൂടാൻ പറ്റിയ വലിയ സന്തോഷമായി. നമ്മുടെ കേരളത്തിൽ മാലിക് ദീനാറും കൂട്ടരും എന്ന് പറഞ്ഞിട്ട് പണിത പ്രത്യേകം 10 പള്ളികൾ ഉണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട പള്ളി അത്. ഈ പള്ളീൻ്റെ ആ അകത്തെ പള്ളി ഏറ്റവും മിമ്പറൊക്കെ ഉള്ള അവിടെ ഗോൾഡ് കളർ കണ്ടില്ലേ, ആ നടുവിലെ വാതിൽ, അത് വലിയൊരു ചരിത്രരേഖയാണ്. അതിന്മേൽ എഴുതി വെച്ചിട്ടുണ്ട് മാലിക് ദീനാർ കൂട്ടർ, അതിൽപ്പെട്ട ഷറഫുബിന് മാലിക്, അവരൊക്കെ ഇവിടെ വന്ന് ഈ പള്ളി ഇവിടെ പണിത്. ഇതിൻ്റെ ആദ്യഘട്ടം ഹിജ്റ 22 അങ്ങനെ എന്തോ ഒരു എഴുത്തയ്മയുണ്ട്, കറക്റ്റ് നോക്കിയാൽ കാണാൻ പറ്റും. അത് ഈ സ്വഹാബത്തിൻ്റെ ഇടപെടൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സ്വഹാബാക്കളൊക്കെ വന്ന് ആദ്യം ഒന്ന് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഒരു ആദ്യ പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. അതാണ് ആ ഹിജ്റ 22 എന്ന് പറഞ്ഞത്. മാലിക് ദീനാറും കൂട്ടനും പിന്നെ ഇടപെടുന്നത് ഹിജ്റ 100 ശേഷമാണ്. നമ്മളെ ഈ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറഞ്ഞ ചരിത്ര കിതാബുണ്ടല്ലോ, അതിൽ പറയും ഹിജ്റ 200 ശേഷം ആണ് കേരളത്തിൽ ഇസ്ലാമിൻ്റെ ഒരു വെളിച്ചം വരുന്നതെന്ന്. അത് ശരിയല്ല. കാരണം ഈ രേഖകളൊക്കെ അതിന് തെളിവാണ്. മാത്രമല്ല ഇവിടെ കാസർഗോഡ് തന്നെ കുറച്ചുകൂടെ ഇച്ചിലങ്കോട് പറഞ്ഞ പള്ളിയുണ്ട്. ഇച്ചിലങ്കോട് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നിടത്തൊരു പിടിക്കോലുണ്ട്. എന്നാൽ പള്ളി പുതുക്കി പണിതു, പക്ഷേ ആ പിടിക്കോൽ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ആ പിടിക്കോലുമേലുണ്ട് ഹിജ്റ 130 അങ്ങനത്തെ വർഷത്തിൽ ആ പള്ളിക്ക് വഖഫ് ചെയ്ത പിടിക്കോല് എന്ന്. അപ്പം അവിടെ പള്ളിക്ക് വഖഫ് ചെയ്യണമെങ്കിൽ ഒരു പള്ളി അവിടെ വേണം, മുസ്ലിമീങ്ങളവിടെ ഒരു ജമാഅത്ത് സ്ഥിരപ്പെടണം. അപ്പോൾ പിടിക്കോലും വല്ലാത്തൊരു പിടിക്കോലാണ്. നല്ലൊരു ഹരമാണ് ആ പഴയ പള്ളീൻ്റെ തനിമകളും. ഒരുപാട് വലിയ വലിയ മഹാന്മാരൊക്കെ ഖാദിയായി. ഇതിൻ്റെ ചാരയാണ് ബഹുമാനപ്പെട്ട മാലിക് ദീനാർ ദർഗാ ഷരീഫുള്ളത്. നമ്മളെ ഇർഷാദിൽ, നമ്മളെ ദർസിലൊക്കെ ഉള്ള ഇർഷാദുൽ ഇബാദ്, നമ്മളെ ഫതുഹുൽ മുഈനൊക്കെ അല്ലേ, അതുണ്ടാക്കിയ മൂപ്പരെ ഒരു തസവൂഫിൻ്റെ ഒരു ബന്ധത്തിലുള്ള ഒരു കിതാബാണ് ഇർഷാദുൽ ഇബാദ്. പഴയ കാലത്തൊക്കെ പലരും ഓതിയുണ്ടാവും. ആ ഇർഷാദുൽ ഇബാദിൽ മാലിക് ദീനാറിൻ്റെ ഒരു ചരിത്രം പറയുന്നുണ്ട്. മാലിക് ദീനാർ ഒരു നാട്ടിൽ കൂടെ പോയി. നാട്ടിൽ കൂടെ അങ്ങനെ പോകുമ്പം ഒരു ചെറുപ്പക്കാരൻ വലിയ വീട് പണിയാണ്. അപ്പോൾ വീട് പണിയുമ്പോൾ മാലിക് ദീനാർ കണ്ട്, മോനെ ഇജെന്തിനാണ് ഇത്രങ്ങാനും വലിയൊരു വീട് പണിയുന്നത്, ഇത്ര പൈസ ചിലവാക്കുന്നുണ്ട്, വലിയ പെര എടുക്കണത്, എനിക്ക് അത്യാവശ്യത്തിനുള്ള ഒരു വീടെടുത്താൽ പോരെ, ബാക്കി പൈസ അത് ഇന്നെ ഏൽപ്പിച്ചോ, ഞാനത് അള്ള പൊരുത്തപ്പെടുന്ന മാർഗത്തിലാക്കി ചിലവാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ബഹുമാനപ്പെട്ട മാലിക് ദീനാറും അവരോട് സംസാരിക്കേണ്ട. ആ ചെറുപ്പക്കാരൻ അത് സ്വീകരിച്ചു എന്നാണ്. അതിനോട് വിജയം നേടി മരണപ്പെട്ടപ്പം പിന്നെ അങ്ങനെ ഒരു കത്ത് അവിടെ വന്ന് സ്ഥിരപ്പെട്ട് നല്ലൊരു ചരിത്രമാണ്. ആ മാലിക് ദീനാറാണ് ഈ പറയുന്ന മാലിക് ദീനാർ. നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ കറക്റ്റാവും. താബിയാണ്, മഷൂറാണ് മാലിക് ദീനാർ. അപ്പോൾ ഓലക്കൊരു സാന്നിധ്യമുള്ള പള്ളിയാണ്. പല ആൾക്കാരും സിയാറത്തിന് വന്നു. അപ്പോൾ പല ആളുകളും ഇവിടെ സിയാറത്തിന് വന്നുകൊണ്ട് നമ്മളെ ഒരുപാട് ഖാദിമാർ, പിന്നെ കാസർഗോഡ് അവറാൻകുട്ടി മുസ്ലിയാരൊക്കെ ഇവിടെയും ഖാദി, മൂപ്പർ ഇവിടെ ഖാദിയായിരുന്നു, ഉള്ളാൾത്തങ്ങളൊക്കെ ഉസ്താദ്. അവറാൻകുട്ടി മുസ്ലിയാർ അങ്ങനെയുള്ള, പിന്നെ നമ്മളെ വെളിമുക്ക് ബാബ മുസ്ലിയാർ, ഇവരൊക്കെ വെളിമുക്കാരാ, മലപ്പുറം ജില്ലക്കാരാണ്. ഇവിടെ ദർസിന് വന്ന് അവരൊക്കെ വെളിമുക്ക, ഇവിടെ ഖാദിമാരായതാ. ആ വെളിമുക്ക് ബാബ മുസ്ലിയാർ അവരൊക്കെ ഇവിടെ ഖാദിമാരായി. ഇവിടെ വലിയ ദർസും പഴയ കുത്തുബഹാനുണ്ട്. ആൾക്കാരിങ്ങനെ ഇത്തിക്കാഫിന് വരുന്ന റമദാനല്ലേ, വലിയ സന്തോഷം തന്നെയാണ്. ഒരുപാട് ചരിത്രമുള്ള ഭൂമിയാണ്. ഇന്നും അതിൻ്റെ ഒരു പ്രൗഢി ഈ പള്ളിയൊക്കെ ഇങ്ങനെ തന്നെ നിലനിർത്തി, അതൊരു സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളെ കേരളത്തിലൊരു ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ വലിയൊരു അധ്യായമുള്ള ഇതാണ്. അതൊക്കെ ഈ വിങ്ങിൽ പെട്ടാണ്. ഒരു കൊടുങ്ങല്ലൂർ, നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ, പിന്നെ അങ്ങോട്ട് കാസർഗോഡ് മംഗലാപുരം, അങ്ങനെ ടച്ചിലാണ് വരുന്നത്. ഒരു യാത്രയാണല്ലോ. ഇതിനോടൊക്കെ ചേർന്ന് ബഹറുണ്ട്. അന്ന് കടലും
പുഴ ജലത്തിലൂടെയുള്ള യാത്ര. അന്ന് പുതിയ വാഹനം റോഡൊന്നും ഇല്ലല്ലോ. അതാണ് ഈ അന്നത്തെ ഈ പള്ളികളൊക്കെ നോക്കിയാൽ ഒരു സമുദ്ര തീരത്ത് അല്ലെങ്കിൽ പുഴ തീരത്തായിരിക്കും. അതിൽ നിന്ന് ഈ ബന്ധത്തിൽ പെട്ട തന്നെയാണ് തിരൂരങ്ങാടി പള്ളി. തിരൂരങ്ങാടി പള്ളി കുറച്ച് ഉള്ളോട്ടാണ്. അപ്പോൾ അന്ന് ഈ ചരിത്രകാരന്മാർ ചർച്ച ചെയ്യും, എല്ലാം കടലിനോട് കുറച്ച് ചേർന്നിട്ടാണ് പഴയ കാലത്ത് ഈ പള്ളി എടുത്ത പള്ളിയൊക്കെ. തിരൂരങ്ങാടി പള്ളി അങ്ങനെ ഉള്ളോട്ട് കയറിയെന്ന്. പക്ഷേ തിരൂരങ്ങാടിനെ പറ്റി കാണാം ബന്ദർ തിരൂരങ്ങാടി, തിരൂരങ്ങാടി തുറമുഖം. അപ്പോൾ ഒരു പക്ഷേ കടൽ ഇറങ്ങിയിട്ടുണ്ടാവും. ആ, അവിടെ തിരൂരങ്ങാടി തുറമുഖം എന്നാണ് പഴയ കിതാബിൽ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുന്ന നാട്ടിലും കടലിറങ്ങിയ ചരിത്രം ഉണ്ടല്ലോ. എന്തായാലും റമദാൻ ഒക്കെ അവസാന സമയമായി. നമ്മളെ വിദായിൻ്റെ ഒരു സമയമാണ് റമദാൻ. റമദാൻ പൊരുത്തപ്പെട്ട കൂട്ടത്തിൽ ഇവിടെയുള്ള മശായിഖന്മാർ ഓലൊക്കെ ബർക്കത്തിലായി അള്ളാഹു നമ്മളെയൊക്കെ കൂട്ടിത്തരുമാറാവട്ടെ. റമദാൻ അത്രയും വലിയ ഗൗരവമാണ് റസൂൽ ദ്വാരുന്നത്. റമദാൻ എത്തിയിട്ട് അത് ഒരു നല്ലൽക്ക് ഷഹാദത്തില്ലാതെ പിരിഞ്ഞാലോ അവന് ലാനത്തുണ്ട് എന്നല്ലേ. അപ്പോൾ നമ്മളിവിടുത്തെ മഹാന്മാർ, ഇവിടെ അന്തിയുറങ്ങുന്ന ആൾക്കാർ ഓലൊക്കെ ബർക്കത്തുകൊണ്ട് മശായിഖന്മാരൊക്കെ നോട്ടത്തിലായി. നമ്മളെ അഹലിനെ ബന്ധപ്പെട്ടവരൊക്കെ റമദാൻ പൊരുത്തപ്പെട്ട കൂട്ടത്തിലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ.